കേരള വിഷൻ ന്യൂസ് ഇടുക്കി. ആലപ്പുഴ അമ്പലപ്പുഴ ചേതന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കിടപ്പ് രോഗികളുടെ സംഗമവും പഠനോപകരണ വിതരണവും നടത്തി. പരിപാടി സംഘടിപ്പിച്ചത് സ്പൈൻ ഇൻജുവേർഡ് ഡിപെൻഡന്റ് അസോസിയേഷന്റെ സഹകരണത്തോടെ. പരിപാടി എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ നിന്നും വൻ മദ്യശേഖരം പിടികൂടി. പറയന്തറ വീട്ടിൽ രഘുവാണ് എക്സൈസിന്റെ പിടിയിലായത്. സംസ്ഥാനത്ത് മദ്യശാലകൾ അവധിയുള്ള ദിവസങ്ങളിൽ അമിത വിലയിൽ വിൽക്കുന്നതിനായി വീട്ടിൽ ശേഖരിച്ചു വെച്ചിരുന്ന വിദേശ മദ്യമാണ് എക്സൈസ് സംഘം പിടികൂടിയത്. കൽതായ സഭ കേന്ദ്ര യൂത്ത് അസോസിയേഷൻ ട്രയംഫന്റ് 2024 സംഘടിപ്പിച്ചു. തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ NS സലീഷ് ഉദ്ഘാടനം ചെയ്തു. സഭയിൽ SSLC, +2 ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരും സഭാ ഭാരവാഹികളും പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഓഫീസിലേക്ക് DYFI പറവൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ AICC അംഗം സിമി റോസ്ബെൽ ജോൺ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് DYFI ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിൽ GS ഓണസമ്മാന വായ്പാ പദ്ധതിയുടെ യൂണിയൻ തല ഉദ്ഘാടനം നടന്നു. 7ാം ഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത് SNDP യോഗത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന തുകയായ 8 കോടി രൂപ. യൂണിയൻ ചെയർമാൻ പച്ചയിൽ സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മാന്നാർ പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജ് ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ സാഹിത്യ വാരാഘോഷവും ഇംഗ്ലീഷ് അസോസിയേഷൻ ഉദ്ഘാടനവും ഗുരുവന്ദനവും നടന്നു. വാരാഘോഷ പരിപാടിയും സിൽവർ ജൂബിലി ആഘോഷങ്ങളും ദേവസ്വം തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. 38 കുപ്പി മദ്യവുമായി മുൻ സൈനികൻ പിടിയിൽ. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നടന്ന പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. തൃശൂർ അരിമ്പൂരിൽ എറവ് സെന്റ് തെരാസസ് പള്ളിയുടെ കീഴിലുള്ള വേളാങ്കണ്ണി മാതാവിന്റെ കപ്പേളയിൽ 8 നോമ്പ് തിരുനാൾ കൊടിയേറി. 8-നാണ് തിരുനാൾ. സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ സഹകാർമ്മികനായി. കൊട്ടാരക്കര ഭരണിക്കാവ് റോഡിൽ കശുവണ്ടി തൊഴിലാളികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു. കാഷ്യൂ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവിന്റെ മുള്ളുവേലി തകർത്ത ടിപ്പർ ലോറിയിൽ കരിങ്കല്ലിറക്കിയതാണ് പ്രതിഷേധത്തിന് വഴിവെച്ചത്. തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ടിപ്പർ ലോറി തടഞ്ഞു. തൊഴിലാളി നേതാക്കൾ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. കൊല്ലം പടിഞ്ഞാറക്കല്ലടയിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ അപകടം. നിയന്ത്രണം വിട്ട കാർ റോഡിന്റെ കൈവരി തകർത്ത് തോട്ടിലേക്ക് മറിയുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ് ശാസ്താംകോട്ട പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു. എക്സൈസ് വിമുക്തി മണലൂർ നിയോജക മണ്ഡലം തല ജാഗ്രതാ സമിതി യോഗം ചേർന്നു. ലഹരി വിൽപ്പനയും കടത്തും നടക്കുന്ന പ്രദേശങ്ങൾ എക്സൈസിന്റെയും പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് ജാഗ്രതാ സമിതി രൂപീകരിക്കും. ജനജാഗ്രതാ സമിതി വാർഡ് തലം വരെ ചേരും. ഉൾപ്രദേശങ്ങളിലെ റോഡുകളിൽ പട്രോളിംഗ് ശക്തമാക്കാനും യോഗം തീരുമാനിച്ചു. കണ്ണൂർ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട. വാഹന പരിശോധനയ്ക്കിടെയാണ് വടകര സ്വദേശികളായ അമൽരാജ്, അജാസ് എന്നിവർ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും വടകരയിലേക്ക് പോവുകയായിരുന്ന ഇവർ സഞ്ചരിച്ച സ്വിഫ്റ്റ് കാറിൽ നിന്നും 52.252 ഗ്രാം മെത്താഫിറ്റാമിനും 12.90 ഗ്രാം കഞ്ചാവുമാണ് കണ്ടെത്തിയത്. ആലപ്പുഴ മാന്നാറിൽ വീടിന് മുമ്പിൽ നിന്ന് മരം കടപുഴകി വീണു. നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന റോഡിലാണ് അപകടം. തുടർന്ന് മരം മുറിച്ചു നീക്കിയതിനു ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു.